മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മൾ മംഗളവാർത്താ കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. 25 നോമ്പിൻ്റെ ചൈതന്യത്തോടു കൂടെ ആയിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ കൃപയെ, അനുഗ്രഹത്തെ ജീവിതത്തിൽ ആവുന്നത്ര അനുഭവിച്ച് പിറവിത്തിരുന്നാളിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടം. ഈ പ്രഭാതത്തിൽ ദൈവം പ്രഭാത വിരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് നമ്മെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായ ഈ കൃപയ്ക്ക് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ്, പ്രകൃതി തന്നെ ചെറിയൊരു തണുപ്പും ചെറിയ ഒരു മഞ്ഞുതുള്ളിയുടെ കണങ്ങളുമൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ ശാന്തമായിട്ട് തീർന്നിരിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് ശാന്തമാക്കാം, നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് സ്വസ്ഥമാക്കാം. ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രഭാത വരുന്ന ശുശ്രൂഷ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഓരോ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും നാം ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ നമുക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസം എന്ന പുണ്യം എൻ്റെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം അത് ഊർജ്ജസ്വലവും ജീവദായകവുമാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും കാതുകളെയും നമ്മളെ പൂർണ്ണമായിട്ട് ദൈവവചനം സ്വീകരിക്കുവാനായി ഒരുക്കുകയും ചെയ്യാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 1 വാക്യങ്ങൾ 17 മുതൽ. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. സഖറിയ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആണ്. നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായി ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു.
യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 1-ാമത്തെ അധ്യായത്തില് നാം വായിച്ചു കേൾക്കുകയാണ് സക്കറിയായുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദൈവികമായ ദർശനത്തെക്കുറിച്ച്. സക്കറിയ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപാർപ്പണ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനം മുഴുവൻ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഗബ്രിയേൽ ദൂതൻ, ദൈവസന്നിധിയിൽ നിന്നുള്ള ഗബ്രിയേൽ ദൂതൻ സക്കറിയായുടെ അടുത്ത് വന്ന് സക്കറിയായുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷത്തിന്റെ വാർത്ത അറിയിക്കുകയാണ്. ആ വാർത്ത ഇപ്രകാരമാണ്: സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച്. സക്കറിയായുടെ ജീവിതത്തിലേക്ക് ഈ ദൈവികമായ സന്ദേശം കടന്നു വരുമ്പോൾ സക്കറിയ ആ ദൈവികമായ സന്ദേശത്തിൽ അവിശ്വസിക്കുകയാണ്. സക്കറിയായുടെ ഒരു പ്രത്യേകത ഒന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. സക്കറിയ ദേവാലയത്തില് അതിവിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അവൻ വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടെ അവന് വേണ്ടിയും ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൈവികമായ ദർശനം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്താണ് ചെയ്യേണ്ടത്? അവൻ ആ ദർശനത്തെ അപ്പാടെ ജീവിതത്തിൽ വിശ്വാസത്തോടു കൂടെ സ്വീകരിക്കേണ്ട സമയത്ത് ഈ ദർശനമുണ്ടായപ്പോൾ സക്കറിയ ഒരു നിമിഷം അതിൽ അവിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഓരോരുത്തരും ആഴമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവികമായ വെളിപാടിനും വെളിപ്പെടുത്തലിനും വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ദൈവികമായ വെളിപാടുകളും വെളിപ്പെടുത്തലുകളും ജീവിതത്തിലേക്ക് സംഭവിക്കുമ്പോൾ അവയെ സ്വീകരിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഈ 25 നോമ്പിലൂടെ നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തമ്പുരാന്റെ കൃപയുടെ വചനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നു, ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു, രക്ഷകന്റെ പിറവി തിരുനാളിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ആഴമായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. ഈ ഒരുക്കത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഇടപെടലുകളെ ഒന്ന് കാണുവാനായിട്ട്, എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ദൈവം അനുഗ്രഹമായി തീരുന്ന അവസ്ഥകളെ ഒന്ന് തിരിച്ചറിയുവാനും സംശയിക്കാതെ ആ ദൈവാനുഭവങ്ങളെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് അനുഗ്രഹമാക്കുവാൻ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ? ജോബിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മളോട് സംസാരിക്കുകയാണ്: എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഒന്ന് പരിശോധിച്ചു നോക്കണം, എത്രമാത്രം ഒരു വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് വചനം നമ്മോട് പറയുകയാണ്. വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ അത്ഭുതത്തിനും അടയാളത്തിനും അവൻ സാക്ഷിയായിട്ട് തീരും. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കണം, ഈ വിശ്വാസത്തിന്റെ ഒരു തീക്ഷ്ണതയാൽ നിറയപ്പെടുന്നുണ്ടോ? സക്കറിയായെ പോലെ പലപ്പോഴും സംശയിച്ചു നിൽക്കുന്നത് കൊണ്ടല്ലേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട കൃപകളും അനുഗ്രഹങ്ങളും സംഭവിക്കാതെ, അല്ലെങ്കിൽ കൃപയൊഴുകുന്ന വഴികളിൽ തടസ്സങ്ങളുമായിട്ട് ജീവിതത്തിൽ നമ്മൾ ആയി പോകുന്നത്? ജീവിതയാത്രയിൽ നമ്മൾ ചിന്തിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം നമ്മളോട് പറയുകയാണ്: അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ ദൈവികമായ കൃപയോട് ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കുന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എത്രമാത്രം ഈ ചേർന്ന് നിൽക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്നു?
പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ചിലപ്പോൾ വൈദികരാകാം, ചിലപ്പോൾ സിസ്റ്റേഴ്സ് ആകാം, ചിലപ്പോൾ അൽമായരാകാം, ചിലപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്നവരാകാം. അവരെയൊക്കെ കണ്ടുമുട്ടാറുണ്ട്. ചിലപ്പോൾ ആളുകൾ പറയാറുള്ള ഒരു പരാതിയാണ്, അച്ഛാ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, പക്ഷെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വളർച്ച തോന്നുന്നില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഒരു അഭിഷേകത്തിന്റെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വരികയുണ്ടായി. ആ വ്യക്തിയുടെ അടുക്കൽ കുറച്ച് സമയം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൈവം നിന്നോട് സംസാരിച്ചപ്പോൾ, ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു നിമിഷത്തിൽ നീ അവിശ്വസിച്ചിട്ടുണ്ടോ? നീ അവിശ്വസിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഈ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഈ വ്യക്തി പറഞ്ഞു നിർത്തുകയാണ്, അച്ഛാ ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന വൈദികൻ പറഞ്ഞു, എനിക്ക് വരങ്ങളാൽ നിറയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് എൻ്റെ പേര് പറഞ്ഞ് അച്ഛൻ അനൗൺസ് ചെയ്തു. പക്ഷെ ഞാൻ ഒരിക്കലും അച്ഛാ അതിനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ഞാൻ ചിന്തിച്ചു, എനിക്ക് ഇത് സംഭവിക്കുമോ, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമോ എന്നോർത്ത് ഞാൻ സംശയിച്ചു നിന്നു. പ്രിയമുള്ളവരെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി സംശയിച്ച നിമിഷം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന കൃപ തടസ്സപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായത്. സക്കറിയായുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. സക്കറിയായുടെ ജീവിതത്തിൽ സക്കറിയ സംശയിച്ചപ്പോൾ സംസാരിച്ചുകൊണ്ട് കയറിപ്പോയവൻ മൂകനായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്ന അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇതുപോലെ തടസ്സപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു വെച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ദൈവസന്നിധിയിൽ തീക്ഷണതയോടുകൂടെ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയോട് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കുക. തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ കൃപയ്ക്ക് ഞാൻ തടസ്സമായി നിന്നതിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ആ വ്യക്തി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി വീണ്ടും പറയുകയാണ്, അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ച അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധ്യമാകുന്നു. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയും ജീവിതത്തിൽ ഈ ഒരു ആത്മീയമായ വളർച്ച അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് 25 നോമ്പിന്റെ ഈ കാലഘട്ടത്തിലൂടെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് മംഗളവാർത്ത കാലഘട്ടത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഒരു ആത്മീയമായ ഒരു വളർച്ച ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട്, എൻ്റെ ആത്മീയ ജീവിതം ഒരു വളരുന്നതായിട്ട്, എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് ഒരല്പം കൂടി കൃപ കടന്നു വരുന്നതായിട്ട്, എൻ്റെ മാനുഷിക ജീവിതത്തിൽ ഒരല്പം കൂടി സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. സെഫാനിയായുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 17-ാം വാക്യം പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിത യാത്രകളിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം, എത്രമാത്രം ഈ ദൈവത്തോട് അനുസരണത്തോടുകൂടെ, എത്രമാത്രം ഈ ദൈവത്തോട് വിധേയപ്പെടുവാനായിട്ട്, എത്രമാത്രം ഈ ദൈവത്തിൻ്റെ അഭിഷേകത്തെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. സക്കറിയായെ പോലെ ഞാനും അവിശ്വസിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ടാകാം. പക്ഷേ ദൈവസന്നിധിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ അവിശ്വാസത്തെ നീക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുവാനായി തയ്യാറാകുമ്പോൾ ജീവിതം വലിയൊരു അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റും. പ്രിയമുള്ളവരെ, ജീവിതയാത്രയാണ്, ഇതൊരു ആത്മീയ യാത്രയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ആത്മീയ സമരത്തിലായിരിക്കുന്നവരാ നാം ഓരോരുത്തരും. ഈ ലോക ജീവിതത്തിൽ ജീവിച്ച് വിശുദ്ധമായ വഴികളിലൂടെ സഞ്ചരിച്ച് സ്വർഗീയമാകുന്ന സന്തോഷത്തിലേക്ക് ആത്മാവിനെ ചേർത്ത് വെക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവര്. പ്രിയമുള്ള ദൈവജനമേ, ജീവിതയാത്രയിൽ അനുനിമിഷം വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് ദൈവികമായ വെളിപാടുകളെ, വെളിപ്പെടുത്തലുകളെ ദൈവികമായ കൃപയോടുകൂടെ സ്വീകരിച്ച് ജീവിതത്തെ അനുഗ്രഹമാക്കണം. ഓരോ കൃപയും ദൈവം തരുമ്പോൾ അത് നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും നിന്റെ സമൂഹത്തെയും അനുഗ്രഹിക്കുന്നതിനും നന്മയ്ക്കും വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ഈ കാലഘട്ടത്തിൽ മുന്നേറാനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ കൃപയിലേക്ക്, സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. ദൈവികമായ കൃപയോട്, അനുഗ്രഹത്തോടു കൂടെ ഈ കാലഘട്ടത്തിൽ ആയിരിക്കുവാൻ, ദൈവികമായ അനുഗ്രഹത്തെ അനുനിമിഷം അന്വേഷിക്കുവാനും, ദൈവികമായ വെളിപാടുകളെ, വെളിപ്പെടുത്തലുകളെ വിശ്വാസത്തോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനും സംരക്ഷകനുമായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷണത്തിൻ്റെ വലയം ഒരുക്കണമേ. സകല മാലാഖമാരെ, വിശുദ്ധന്മാരെ, വാഴ്ത്തപ്പെട്ടവരെ, ക്രോപ്പന്മാരെ, സഭന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധനെ, വിശുദ്ധയെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവികമായ കൃപയോട്, അനുഗ്രഹത്തോട് കൂടിയായിരിക്കുവാനായിട്ട് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഉണ്ണി മനസ്സിൽ വാവാ ഉണ്ണി
ഈ സമയം പരിശുദ്ധ കത്തോലിക്കാ സഭയോട് ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പായിൽ നിന്നും മെത്രാന്മാരിലേക്കും, മെത്രാന്മാരിൽ നിന്ന് വൈദികരിലേക്കും, സന്യസ്തരിലേക്കും, അൽമായരിലേക്കും ഒഴുകിയിറങ്ങുന്ന ശ്ലൈഹിക പാരമ്പര്യത്തോടും അധികാരത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ഈ സമയം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിൻ്റെയും പ്രാർത്ഥനകളും വിശുദ്ധ ഗീബർഗേസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പ്രാർത്ഥനാ സഹായങ്ങളും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ മറിയം തെരേസയുടെയും വിശുദ്ധ ചാവറേശൻ്റെയും വിശുദ്ധ യുപ്രേസ്യാമയുടെയും വിശുദ്ധ ദൈവസഹായം പിള്ളയുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതനായ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെയും മധ്യസ്ഥയുടെയും സ്വർഗം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന കാവൽ മാലാഖായുടെ സംരക്ഷണവും നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം നമ്മുടെ പ്രാർത്ഥനയിൽ വളരെ പ്രത്യേകമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ മരിയൻ കൂടാരത്തിലിരുന്ന് അനേകര് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോട് നമ്മുടെ പ്രാർത്ഥനകളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. സാധിക്കുന്നവരെല്ലാവരും ഒരു ജപമാലയെങ്കിലും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജപമാലകളും സുഹൃത ജപങ്ങളുമൊക്കെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ഈ ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെ തികവിലായിരിക്കുവാനായിട്ട് അവിടുന്ന് നിങ്ങൾക്ക് കൃപ ചൊരിയുകയും ചെയ്യട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.